തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യവസ്ഥകളിൽ കടുംപിടുത്തം കാട്ടാതെ തുറന്ന മനസ്സ് കാട്ടാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ചെലവുകൾ സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ തയ്യാറാക്കി നൽകാൻ സംസ്ഥാന സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കാണിക്കാനാണ് കണക്കുകളും വ്യവസ്ഥകളും വിശദീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാദിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ പരിഹാരമാണ് വേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി അഥവാ SDRF വിനിയോഗം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് S ഈശ്വരൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ചെലവിനത്തിൽ SDRFിൽ നിന്നും നൽകാനുള്ള തുകയും ഭാവി ചെലവിന് പ്രതീക്ഷിക്കുന്ന തുകയും വ്യക്തമാക്കി വിനിയോഗ സർട്ടിഫിക്കറ്റ് ദുരന്ത പ്രതികരണ വിഭാഗം പ്രിൻസിപ്പൽ സെക്രട്ടറി ഒപ്പിട്ട് നൽകണം. ഇത് ഹർജി 18-ന് പരിഗണിക്കുമ്പോൾ ഹാജരാക്കണം. എന്നാൽ കൂടുതൽ തുക ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം SDRFിലെ തുക ചെലവാക്കാനാണ് ആവശ്യപ്പെടുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി SDRFിലുള്ള തുകയുടെ 50% ചെലവാക്കിയാൽ മാത്രമേ അധിക സഹായമായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള 153.467 കോടി അനുവദിക്കൂ എന്ന കേന്ദ്ര വ്യവസ്ഥ പ്രായോഗികമാകില്ലെന്നും കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.